ക്ലബിൽ പോയി കളിക്കേണ്ടി വരും. പെറ്റ തള്ള സഹിക്കൂ നിന്നെ കണ്ടു കഴിഞ്ഞാ. രൂപഭംഗിയില്ല, ഒരു കുന്തവും ഇല്ല. എന്തിനാ നീയൊക്കെ ഇവിടെ കിടന്ന് പഠിക്കുന്നത്? വെറുതെ എനിക്ക് പണി ഉണ്ടാക്കാൻ. ശരിയാണ്. പാടില്ലെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. പറയാൻ പാടുന്നതാണ്. എന്തുകൊണ്ടാണ് കറുത്ത കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തത്? സൗന്ദര്യം എന്നൊരു കോളം തന്നെയുണ്ട്. മോഹിനിയാട്ടത്തിൽ സൗന്ദര്യം കാര്യമാണ്. രൂപഭംഗി പഠിക്കുന്നതാണോ താങ്കൾ പറയുന്നത്? നാട്യശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? തെളിവാണ് ഇതിനൊക്കെ. നാട്യശാസ്ത്രത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അറിയാതെ എന്റെ അടുത്ത് വന്ന് മാഡം, താങ്കൾ ഒരു കറുത്ത മനുഷ്യനാണെങ്കിൽ താങ്കൾക്ക് ഇത് പറയാൻ സാധിക്കും. എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? കറുത്ത വിദ്യാർത്ഥികൾ നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? അവിടെ നിന്ന് പൈസ വാങ്ങുന്നില്ലേ? അതിന് കുഴപ്പമില്ല. അവരെ അമ്പലങ്ങളിൽ കളിച്ചോട്ടെ. ഞാനും പഠിപ്പിക്കുന്നുണ്ട് കറുത്ത കുട്ടികളെ. പക്ഷെ മത്സരത്തിന് പറ്റില്ലാന്നേ പറഞ്ഞു. താങ്കൾക്ക് എങ്ങനെ ഇത്ര ധാർഷ്ട്യത്തിൽ സംസാരിക്കാൻ പറ്റുന്നത്? വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അത് നിങ്ങൾ മറക്കരുത്. എന്റെ വീട്ടിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സംസാരിക്കും. ഞങ്ങൾക്ക് പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ വരണ്ടേ? വേണ്ട, നിങ്ങൾ ആരെ എന്നോട് ചോദ്യം ചെയ്യും. May coming, ma'am? Yes, coming. Ma'am, submitting. ഇനി ഞാൻ എടുക്കണായിരിക്കും ഫയലിലുള്ളത്. ഓരോ മാനങ്ങൾ. ഞാൻ പറഞ്ഞ കറക്ഷൻസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മാം, എല്ലാം പറഞ്ഞ പോലെ ഇനി ഇയാൾ തീരുമാനിച്ചാ മതിയോ? ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. ഇത് കാര്യമാണല്ലോ പറഞ്ഞു. ഇതിനകത്തൊന്നുമല്ലോ. ഇങ്ങനെയാണോ തീസിസ് സബ്മിറ്റ് ചെയ്യാൻ? എന്തോ ഇത്? അല്ലെങ്കിലും തന്നെ പോലുള്ളവർ സബ്മിറ്റ് ചെയ്യാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ. മാം, എനിക്ക് ഈ കൊല്ലം കൂടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറ്റില്ല മാം. 7 കൊല്ലമായി ഞാൻ ഇതിന്റെ പുറകെ നടക്കും. തനിക്ക് പറ്റിയൊരു പണിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. വൈകി ഞാൻ അയച്ച ന്യൂസ് നീ കണ്ടോ? എനിക്കത് കണ്ടപ്പോ നിന്നെ ഓർമ്മ വന്നേ. എന്താല്ലേ ഇങ്ങനെയുള്ളവർക്ക് പോയി ചാവുകയാണ് ചെയ്യുന്നത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നീ എവിടെയാ? മോനെ നമസ്കാരം. പ്രധാന വാർത്തകൾ. അവകാശങ്ങൾ അതിജീവനത്തിന്റെ പാതയിൽ. ശബ്ദമുയർത്തി വൈഗ. വിവേചനത്തിനെതിരായി വിദ്യാഭ്യാസം. ഡോക്ടറേറ്റ് നേടി വൈഗ. ചരിത്രം വഴിമാറുന്നു. ദളിതർക്ക് തുണയായി സൗജന്യ ഡാൻസ് അക്കാദമി.